ഈ സംഭവത്തിന് ഈ അപകടത്തിന് ദൃക്സാക്ഷിയായ സുധീർ എന്നയാൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുധീർ, എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് MLA താഴേക്ക് വീഴുന്ന നില എങ്ങനെയാണ് ഉണ്ടായത് സുധീർ? അതായത് ഇവിടെ സ്റ്റേഡിയത്തിലാണ് പരിപാടി നടക്കുന്നത്, സ്റ്റേഡിയത്തിന്റെ ഗ്രൗണ്ടിലാണ്. അപ്പോൾ VIP-സിന് അതുപോലത്തെ ഓപ്പണിംഗ് സെറമണിക്കായിട്ട് സ്റ്റേജ് സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്ത് നിർമ്മിച്ചിരുന്നു. അപ്പൊ സ്റ്റേഡിയത്തിന്റെ സീറ്റുകളെ മാറ്റി ഇവർ പുനഃക്രമീകരിച്ച സ്റ്റേജാണ്. അപ്പൊ ആ സ്റ്റേജിലാണ് ചെയർ ഇട്ടിട്ടുണ്ടായിരുന്നത് ഗസ്റ്റിനൊക്കെ ഉള്ളത്. അപ്പൊ അവരവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാം കുറെ VIP ഗസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ DGP ഉണ്ട് അവിടെ, പിന്നെ അങ്ങനെ പല ഗസ്റ്റ് മിനിസ്റ്ററും ഉണ്ട്. മിനിസ്റ്റർ അടക്കമുള്ളപ്പോഴാണ് അപ്പൊ ഞാൻ അതിന്റെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ MLA വന്ന് MLA എല്ലാവരും ലോഹ്യം പറഞ്ഞിട്ട് ഫസ്റ്റ് റോയിലേക്ക് വരുമ്പം MLA വന്ന് റോയിലെ MLAയുടെ ചെയറിലേക്ക് ഇരിക്കുമ്പം ഈ ചെയറും ഈ മുന്നിലുള്ള ഒരു ബാരിക്കേഡ് തമ്മിൽ വലിയ ഗ്യാപ്പില്ല. അപ്പൊ ഇരുന്നപ്പോ ഈ ബാരിക്കേഡിൽ പിടിച്ചോണ്ടാണ് ഇരുന്നത്. അതിന് കംഫർട്ട് കുറവ് കാരണം ഇരിക്കുന്ന സ്ഥലത്ത് കംഫർട്ട് കുറവുള്ളതുകൊണ്ട് അവർ ആ ബാരിക്കേഡിൽ പിടിച്ചോണ്ടാണ് ഇരിക്കാൻ നോക്കിയത്. ആ ഇരിക്കാൻ നോക്കിയപ്പം ഈ ബാരിക്കേഡ് എന്ന് പറയുന്നത് ടെമ്പററി സ്റ്റിക്സ് ആയിരുന്നു. അത് വെറുതെ ഇങ്ങനെ വെച്ചേക്കായിരുന്നു റിബണ് കെട്ടിയിട്ട്. അതിന് ബാലൻസ് കൊടുത്തപ്പോ അതിന് നേരെ മറിഞ്ഞ് നേരെ താഴോട്ട് വീഴാണ് ചെയ്തേ. താഴോട്ട് വീഴുന്നത് കറക്റ്റ് എന്താ പറയാ, എന്റെ മുന്നിലാണ് വീഴുന്നത്. എനിക്ക് ഭയങ്കര ഷോക്ക്ഡായി. അപ്പൊ കറക്റ്റ് തല അടിച്ചിട്ടാണ് വീണത്. തല അടിച്ച് ഇങ്ങനെ ബ്ലഡ് ഞാൻ ഷോക്ക്ഡായി. പക്ഷെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ആളുകൾ എടുത്തു. ഞാൻ ഓടി വന്നു. MLA എന്ന് പറഞ്ഞു. താഴെ പോലീസുകാരെടുത്ത് വന്ന് ഇപ്പുറം പറഞ്ഞു. ഈ ആംബുലൻസ് വന്നു, കൊണ്ടുപോയി. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ആ മുന്നിലുള്ള ബാരിക്കേഡ് അവിടെ ഗ്യാപ്പ് ഒട്ടുമില്ല. അവിടെ ഒരാൾക്ക് നിൽക്കാൻ പോലും പറ്റാത്തൊരു സ്ഥലത്ത് അങ്ങനെ ഒരു സുരക്ഷയില്ലാത്തൊരു ഗ്യാപ്പും 10 അടിയോളം താഴ്ചയിലേക്കാണ് MLA വീണിട്ടുള്ളത്. ഭയങ്കര ഒരു കാഴ്ചയായി പോയി. സുധീഷ്, ഇപ്പോൾ DCC പ്രസിഡന്റിനോട് നമ്മൾ സംസാരിച്ചിരുന്നു. ഈ പരിപാടിയിൽ തത്സമയം അദ്ദേഹം എത്തി ഈ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. തലയ്ക്ക് പരിക്കുണ്ട്, പക്ഷേ അങ്ങനെ അതിനപ്പുറത്തേക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല എന്ന് ആശുപത്രിയിൽ നിന്ന് അറിയിച്ചതായി DCC പ്രസിഡന്റ് പറയുന്നുണ്ട്. ഈ അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് തന്നെ വന്നാൽ, ഈ ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. ഏതാണ്ട് 10,000-ലധികം ആളുകൾ ആ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. അതിൽ തന്നെ മന്ത്രിയുണ്ട്, MLA-മാരുണ്ട്, ഈ പ്രധാന വ്യക്തിത്വങ്ങളുണ്ട്. വലിയ നൃത്തപരിപാടി എന്നുള്ള നിലയിൽ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയാണ്. അതിന് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ ഹൈറ്റൊക്കെ നമുക്ക് കാണാമല്ലോ ഈ ഗാലറിയുടെ. ഇങ്ങനെ ഇരിക്കെ ഈ വേദിയിലിരിക്കുന്ന ആളുകൾ ഇരിക്കുന്ന സ്ഥലവും അതിൻ്റെ ഈ ഡിവൈഡർ വെക്കുന്ന സ്ഥലവും തമ്മിൽ യാതൊരു തരത്തിലുള്ള അകലവും ഇല്ല എന്ന് പറയുന്നത് അത് സംഘാടകരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച വീഴ്ച കൂടിയാണല്ലോ സുധീഷ്. ഞാൻ സ്ഥിരമായിട്ട് ഈ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കളി കാണാൻ വരുന്ന ആളാണ്. അപ്പൊ ഈ ഇതിന് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേഡിയത്തിനെ ഇവര് മോഡിഫൈ ചെയ്തു. ഈ വേദിക്ക് വേണ്ടിയിട്ട് സ്റ്റേഡിയത്തിന്റെ ഗാലറി മോഡിഫൈ ചെയ്തതുകൊണ്ടാണ് ഈ സേഫ്റ്റി ഗാർഡ് അവിടെ ഇല്ലാണ്ടിരുന്നത്. സ്റ്റേഡിയത്തിന്റെ സാധാരണഗതിയിലുള്ള സ്റ്റേഡിയത്തിന്റെ വേദിയാകുമായിരുന്നെങ്കിൽ അവിടെ ഗാർഡ് ഉണ്ട്. കാരണം നമ്മളൊക്കെ ഫുട്ബോൾ കളി കാണുമ്പം ആവേശത്തിലൊക്കെ ആളുകൾ ഓടി വന്ന് ഇതിൽ വന്ന് നിൽക്കുകയാണ് ചെയ്യുക. അവിടെ ആ പ്രശ്നമില്ല. പക്ഷെ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജ് ഇവർ പ്രത്യേകം തയ്യാറാക്കിയതാണ് ഈ സംഘാടകർ. അതാണ് ആ സ്റ്റേജാണ് ഒരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെ ഈ നമ്മുടെ സ്റ്റേറ്റിൽ ഇത്രയും പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുത്തൊരു പരിപാടിക്ക്. അത് മാത്രമല്ല, അതിന്റെ സീറ്റിംഗ്, നിങ്ങളെ ചാനലിന്റെ ആളുകൾ അവിടെ ഉണ്ടാവാം, അവരൊന്ന് നോക്കിയാൽ മതി. അവിടെ സീറ്റിങ്ങിന്റെ എങ്ങനെയാ സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നുള്ള ഒരു സാധാരണ ഒരാൾക്ക് അവിടെ ഇരിക്കാനാവില്ല. പിന്നെ നമ്മൾ ഈ MLA മിനിസ്റ്റേഴ്സിനൊക്കെ പറയുന്നത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ വന്നിട്ട് അവർക്ക് കംഫർട്ടായിട്ടൊന്നും ഇരിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഇനി അവിടെ സ്റ്റേറ്റ് DGP ഉണ്ടല്ലോ, അദ്ദേഹം കാണുകയാണ്. അപ്പൊ ഇത് ഭയങ്കര നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു സംഭവം. അവിടുത്തെ സ്റ്റേജിന്റെ സുരക്ഷാ പ്രശ്നം. ഈ പരിപാടി പിന്നെ നടന്നിരുന്നോ? പരിപാടി ഇപ്പൊ ലൈവായിട്ട് നടക്കുകയാണ്. പരിപാടി നിർത്തിയൊന്നുമില്ല, പരിപാടി ലൈവായിട്ട് നടക്കുകയാണ്. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. സുധീഷ് നമ്മളോട് പ്രതികരിക്കുകയായിരുന്നു. അദ്ദേഹം ഈ അപകടത്തിൻ്റെ ദൃക്സാക്ഷിയാണ്. അദ്ദേഹം പറയുന്നത് യാതൊരു തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണവും ഈ ഗാലറി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായില്ല. അതാണ് അപകടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ഈ വേദിയിൽ ഇവർ ഇരിക്കുന്ന ഈ പരിപാടിക്ക് ആശംസകൾ നേരാനെത്തിയിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ, അതിൽ മന്ത്രിയുണ്ട്, MLA ഉണ്ട്, സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട്. ആ വേദിയും ഈ ബാരിക്കേഡ് വെക്കുന്ന സ്ഥലവും തമ്മിൽ യാതൊരു തരത്തിലുള്ള അകലവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവിടെ ഉമാ തോമസ് MLAക്ക് പരിക്ക് പറ്റിയതിന് പിന്നാലെ MLA ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കലൂർ സ്റ്റേഡിയത്തിലാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്.